ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിദ്യാധര വാസ് എ ജസ്റ്റ് ആൻഡ് ഡാഷ് കിങ്. ഇവിടെ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ എന്താണ് കൂട്ടിച്ചേർക്കേണ്ടത്? ഓക്കെ, ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നമ്മുടെ ചാപ്റ്റർ ഉണ്ടല്ലോ, വിദ്യാധരയെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ, ആ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഇംഗ്ലീഷിലെ ഓരോ ചാപ്റ്ററിലെ ഓരോ സ്റ്റോറീസും നന്നായിട്ട് വായിക്കട്ടോ. അതിൽ എന്താണ് ആശയം ഉള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ സെൻറ്റൻസും ചിലപ്പോൾ നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള സെൻറ്റൻസ് തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ചാപ്റ്റേഴ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താണ് ഉത്തരം വരിക? വിദ്യാധര വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. വൈസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ കിങ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഡാഷ് ഹിസ് ഗാർഡൻ. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ടെൻജിങ്. ഇത് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി തേർഡ് വൺ, ടു ഫൈൻഡ് എ ഡാഷ് ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ടു ഫൈൻഡ് എ ഡാഷ്, എന്താണ് ആ ഒരു കഥയിൽ രാജാവ് കണ്ടെത്താൻ പോയത്? എന്തിനു ഫൈൻഡ് ചെയ്യാനാണ് രാജാവ് പോയിട്ടുള്ളത്? നമുക്കറിയാം, ടു ഫൈൻഡ് എ സക്സസർ. ടു ഫൈൻഡ് എ സക്സസർ ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ഫോർത്ത് വൺ, ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗീവ് എ ഡാഷ്. രാജാവ് മന്ത്രിയോട് ഒരു കാര്യത്തിന് ഓർഡർ ചെയ്തു അല്ലേ, ഒരു കാര്യം ആജ്ഞാപിച്ചു. എന്തായിരുന്നു? ടു ഗിവ് എ പ്രൊക്ലാമേഷൻ. ഒരു പ്രൊക്ലാമേഷന് പുറപ്പെടുവിക്കാനാണ് രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ഫിഫ്ത്ത് വൺ, ദ കിങ് ഡാഷ് സം സീഡ്സ് ടു ഓൾ ദി ചിൽഡ്രൻ. ദ കിങ് ഡാഷ് സം സീഡ്സ് ടു ഓൾ ദി ചിൽഡ്രൻ. കുട്ടികൾക്കെല്ലാവർക്കും വിത്ത് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ടഡ്, വിതരണം ചെയ്തു. ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സം സീഡ്സ് ടു ഓൾ ദി ചിൽഡ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, എ ലോങ് ലൈൻ ഓഫ് ഡാഷ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഫോംഡ് ഔട്ട്സൈഡ് ദി പാലസ്. ഒരു വലിയ ലൈൻ ഓഫ് പാരൻസിൻ്റെയും കുട്ടികളുടെയും ഒരു വലിയ ലൈന് പാലസിന് പുറത്ത് രൂപപ്പെട്ടു. അവിടെ വിട്ടുപോയ ഭാഗത്ത് എന്താണ് വരുന്നത്? ആൻഷ്യസ് എന്നാണ്. ദ നെക്സ്റ്റ് ഡേ ലോങ് ലൈൻ ഓഫ് ആൻഷ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻസ് ഫോംഡ് ഔട്ട്സൈഡ് ദി പാലസ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, പിംഗ്ല ചേഞ്ച്ഡ് ദ സോയിൽ. പിംഗ്ല മണ്ണ് മാറ്റി. ആൻഡ് ഡാഷ് ദ സീഡ് ടു ദ അനദർ പോട്ട്. വിത്ത് മറ്റൊരു പോട്ടിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു, മാറ്റി വെച്ചു. പിംഗ്ല ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. ക്ലിയർ ആണല്ലോ. എയ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? പിംഗ്ലാസ് ഫാദർ ഹാഡ് ഡാഷ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്. ഇവിടെ എന്താണ് വരുന്നത്? പിംഗ്ലാസ് ഫാദർ ഹാഡ് ഒബ്സർവ്ഡ്. പിംഗളുടെ അച്ഛൻ നിരീക്ഷിച്ചു. എന്താണ് അദ്ദേഹം നിരീക്ഷിച്ചത്? ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്. ആ വിത്തിനെ ഒന്ന് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകന് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. നയൻത്ത് ക്വസ്റ്റ്യൻ, പിംഗള ഹാഡ് ഡാഷ് പോട്ട് ഇൻ ഹിസ് ഹാൻഡ്. പിംഗളയുടെ കയ്യിൽ എങ്ങനെയുള്ള ചട്ടിയായിരുന്നു, എങ്ങനെയുള്ള പോട്ടായിരുന്നു ഉണ്ടായിരുന്നത്? എം ടി, ശൂന്യമായി, ഒന്നുമില്ലാത്ത പോട്ടായിരുന്നു പിംഗളയുടെ കയ്യിലുണ്ടായിരുന്നത്. 10th question, പിംഗള ഡാഷ് ദ അതർ ചിൽഡ്രൻ ഹു ലാഫ്ഡ് അറ്റ് ഹിം. പിംഗള അവനെ നോക്കി ചിരിച്ച കുട്ടികളുണ്ടല്ലോ, അവരോട് എന്താണ് പിംഗള ചെയ്തത്? പിംഗള ഇഗ്നോർഡ്. പിംഗള അവരെ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു, അവരെ മൈൻഡ് ചെയ്തില്ല. 11th question, ചിൽഡ്രൻ ഡാഷ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദി പാലസ്. കുട്ടികൾ പാലസിൻ്റെ മുറ്റത്ത് എന്താണ് ചെയ്തത്? ഗ്യാതേർഡ്. ചിൽഡ്രൻ ഗ്യാതേർഡ്, കുട്ടികൾ ഒരുമിച്ച് കൂടി, ഒത്തുചേർന്നു. ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദി പാലസ്, പാലസിൻ്റെ മുറ്റത്ത്. 12th question, ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺഡ് ഇൻ ടു. കോർട്ട്യാർഡ് എന്തായിട്ട് മാറി? ഒരു ബൊക്കറ്റ് പോലെ, കാരണം ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെയുള്ള ചെടികളായിട്ട് കുട്ടികൾ വന്നു. അതുകൊണ്ട് തന്നെ ആ കോർട്ട്യാർഡ് എന്തായിട്ട് മാറി? ഒരു ബൊക്കറ്റായിട്ട് മാറി. 13th question, പിംഗള ഗേവ് ദ ബെസ്റ്റ് സോയിൽ. പിംഗള ഏറ്റവും നല്ല മണ്ണാണ് കൊടുത്തത്. ആൻഡ് ഡാഷ് ഇറ്റ്, കൂടാതെ അതിന് എന്തും കൂടി ചെയ്തു? മെന്യോർ, അതിന് വളവും നൽകി. എന്ത് ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്മൈൽ ഡാഷ് ഓൺ കിങ്സ് ഫേസ്. രാജാവിൻ്റെ മുഖത്ത് ചിരി വന്നു എന്നെങ്ങനെയാ പറയുക? എ സ്മൈൽ അപ്പിയർഡ് ഓൺ കിങ്സ് ഫേസ്. രാജാവിൻ്റെ മുഖത്ത് ചിരി വന്നു, പ്രത്യക്ഷപ്പെട്ടു. 15th question, ദ കിങ് ഹഗ്ഡ് ആൻഡ് ഡാഷ്. രാജാവ് കെട്ടിപ്പിടിച്ചു, കൂടെ അനൗൺസ് ചെയ്തു. ദ കിങ് ഹഗ്ഡ് ആൻഡ് അനൗൺസ്ഡ്. അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഇംഗ്ലീഷിൽ ഒരു 1 മാർക്ക് to 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാം.
ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കില്ലേ, ആരും തെറ്റിക്കരുത്, നന്നായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക കേട്ടോ. LSSുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ LSSനായിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റുന്നതാണ് LSS. കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, LSS നേടിയെടുക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്